ഓം ശാന്തി. സുപ്രഭാതം. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വിശേഷമായിട്ട് രക്ഷാബന്ധന മഹോത്സവത്തിൻ്റെ ഈ വേളയിൽ നമ്മളെല്ലാവരും ഭഗവാന്റെ രക്ഷ അണിയിക്കാനായിട്ട്, രാഖി അണിയിക്കാനായിട്ട് ഭഗവാന്റെ വീട്ടിലേക്ക്, ശിവജ്യോതി ഭവനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയ ആത്മീയ സഹോദരി സഹോദരന്മാർക്കും ബ്രഹ്മകുമാരീസിൻ്റെ പാലക്കാട് മലപ്പുറം ജില്ലകളുടെ മുഖ്യസ്ഥാനമായ ശിവജ്യോതി ഭവനത്തിലേക്ക് സ്നേഹപൂർവം ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വിശേഷ ചടങ്ങിൻ്റെ മഹത്വം നമുക്കെല്ലാവർക്കും എല്ലാ വർഷവും നമ്മൾ രാഖി കെട്ടാറുള്ളവരാണ് പലവരും. എന്നിരുന്നാലും നമുക്ക് ഓരോ വർഷവും നമ്മൾ പുതിയതായിട്ട് രാഖി അണിയുന്നു. എന്തിനാ എല്ലാ വർഷവും പുതിയതായിട്ട് രാഖി അണിയുന്നത്? അല്ലേ, ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നു. പലതും നമ്മളിൽ നിന്ന് കൈമോശം വരുന്നു. അതിനെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള, തിരിച്ചോർമ്മിക്കാനുള്ള, തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള, ആ പ്രതിജ്ഞകളെ പുതുക്കാനുള്ള ഒരു സമയം കൂടിയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശേഷമായിട്ടുള്ള രക്ഷാബന്ധന ചടങ്ങ് എന്ന് പറയുന്നത്. സോ ഈ രക്ഷാബന്ധനം ചടങ്ങ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ബ്രഹ്മകുമാരീസിൽ നമ്മൾ ലോകത്തിൽ പല ആഘോഷങ്ങളും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും വിശേഷിച്ച് നമ്മൾ നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ ഈ രക്ഷാബന്ധന ചടങ്ങിന് കുറച്ചും കൂടി കൂടുതൽ മഹത്വവും പ്രാധാന്യവും നൽകിക്കൊണ്ട്, ലോകത്തിൽ മനുഷ്യർ നൽകുന്നതിനേക്കാട്ടും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ഈ ആഘോഷത്തെ ആഘോഷിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ആഘോഷത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം തന്നെ വിശ്വസാഹോദര്യം എന്നുള്ള ഒരു കാര്യമാണ്. ഇന്ന് വിശ്വത്തിൽ മനുഷ്യ മനസ്സുകൾ തമ്മിൽ ഇത്രയും അകന്ന് നമ്മൾ പരസ്പരം ശത്രുതയിലിരുന്നു കൊണ്ട് പോരാടിക്കൊണ്ട് മനുഷ്യകുലം തന്നെ നശിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാനവകുലത്തിന് തന്നെ ഒരു പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമാണ് ഈ രക്ഷാബന്ധന ചടങ്ങ്. നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ മക്കളാണെന്ന് തിരിച്ചറിയാനും, അല്ല, ഒരച്ഛൻ്റെ മക്കളായി, ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് പരസ്പരം സഹോദരങ്ങളായി സാഹോദര്യത്തോടു കൂടി, അല്ലെ, നമുക്ക് സന്തോഷത്തോടു കൂടി, ശാന്തിയോടുകൂടി, സമൃദ്ധിയോടുകൂടി നമുക്കെല്ലാവർക്കും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും, അല്ലെ, എല്ലാ റിസോഴ്സുകളും ഈശ്വരൻ നമുക്ക് കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ നമ്മുടെ സ്വാർത്ഥതയും അത്യാഗ്രഹവും അതിമോഹവും വെറുപ്പും വിദ്വേഷവും കാരണം, അല്ലെ, വളരെ കുറച്ച് പേരിലേക്ക് മാത്രം അതിനെ ഒതുക്കി അനേകരുടെ ചൂഷണം ചെയ്തുകൊണ്ട് അനേകർക്കത് കിട്ടാത്ത, അല്ലെ, അവരും ബുദ്ധിമുട്ടുകളെയും ക്ലേശങ്ങളെയും അനുഭവിച്ചുകൊണ്ട് അവരെയെല്ലാം ഒരു തരത്തിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടതുകൊണ്ട്, അല്ലെ, ലോകത്തിൽ വളരെയധികം അസമത്വങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. സോ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും, അല്ലെ, ആ സമത്വത്തിലേക്ക്, ആ സാഹോദര്യ ഭാവനയിലേക്ക് വന്ന്, അല്ലെ, നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹത്തോടെ പങ്കുവെച്ചുകൊണ്ട്, എല്ലാവർക്കും നൽകിക്കൊണ്ട്, എല്ലാവരും സന്തോഷമായിട്ട് സ്നേഹത്തോടെ ജീവിക്കാൻ നമുക്ക് വാസ്തവത്തിൽ അതിനുള്ള സാമർഥ്യവും കഴിവും അറിവും ബുദ്ധിയും വിവേകവുമെല്ലാം ഉണ്ടായിട്ടും നമ്മൾ അതിന് വേണ്ട വിധം ഉപയോഗിക്കാതെ, അല്ലേ, കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യ മനസ്സുകളിലും ഇന്നത്തെ കാലത്ത് പറയാറുണ്ടല്ലോ, ഒരു ശൈത്താൻ കയറി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവിൻ്റെ, രാക്ഷസൻ്റെ, ആസുരൻ്റെ സ്വഭാവങ്ങൾ, ഒരു പിശാച് കയറിയതുപോലെയാണ്. സോ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ സാധാരണ ലോകത്തിൽ തന്നെ എന്തെങ്കിലും ബാധ ബാധിച്ചു കഴിഞ്ഞാൽ ബാധ പോവാൻ, അല്ലെങ്കിൽ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? അല്ലെ, ഒരു മന്ത്രച്ചരട് കെട്ടിത്തരാറുണ്ട്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവിൻ്റെ ബാധയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും അത് നമ്മളെ ബാധിക്കാതിരിക്കാനും നമുക്ക് സുരക്ഷിതമായിരിക്കണ്ടേ?
സോ വാസ്തവത്തിൽ നമുക്ക് സുരക്ഷ വേണ്ടത് ആ നെഗറ്റീവിൽ നിന്നാണ്. നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന ആ ദുർവികാരങ്ങളെ, ദുസ്വഭാവങ്ങളെ, ദുശ്ശീലങ്ങളെ നമുക്ക് തുടച്ചു നീക്കാനുണ്ട്. അതിനെ പുറത്ത് കളയുകയും മാത്രമല്ല, അതിൽ നമ്മൾ വീണ്ടും അകത്തേക്ക് കയറാതിരിക്കാൻ സുരക്ഷിതരായിരിക്കുകയും ആവശ്യം വളരെയധികം ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ രക്ഷാബന്ധന മഹോത്സവം നമ്മൾ ആഘോഷിക്കുന്നത്. സോ ഈ രക്ഷാബന്ധനം അറിയാം, നമ്മളെല്ലാവരും ഈ ഒരു വിശ്വവിദ്യാലയം എന്ന് പറയുന്നത് തന്നെ പരമാത്മാവിനാൽ സ്ഥാപിതമായി 1936-37 കാലഘട്ടങ്ങളിൽ ഈശ്വരൻ, ആ പരമാത്മാ പരമശിവൻ ഈ സൃഷ്ടിയിൽ അവതരിച്ച് ആരംഭിച്ച മഹാജ്ഞാന യജ്ഞമാണ് കഴിഞ്ഞ 88 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ഈശ്വരൻ ഈ വിദ്യാലയത്തെ സ്ഥാപിച്ച് രാജയോഗം നമ്മളെ പഠിപ്പിച്ച്, ആ രാജയോഗം എന്ന് പറയുന്ന ജീവിത ശൈലി, ജീവിതക്രമത്തിലൂടെ അല്ലെ, അതിലൂടെ ജീവിക്കുന്ന ആത്മാക്കളെയാണ് നമ്മൾ പറയുന്നത് അല്ലെ ബ്രഹ്മകുമാരി കുമാരന്മാരെന്ന്. ആ ബ്രഹ്മകുമാരി കുമാരന്മാരെ, പവിത്രരായ മനുഷ്യരെ, പവിത്രമായ ജീവിതം ജീവിച്ച് അവരുടെ ജീവിതത്തെ സ്ഫുടം ചെയ്തെടുത്ത് അല്ലെ, അങ്ങനെയുള്ള ആ ഒരു പവിത്ര ചര്യയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പവിത്രമായി കൊണ്ടിരിക്കുന്നവരാണ്. സോ അങ്ങനെയുള്ള ആ ശ്രേഷ്ഠമായ ആത്മാക്കളെയാണ് ഈശ്വരൻ ഈ സൃഷ്ടിയിൽ ഈ മഹായജ്ഞത്തിൻ്റെ നടത്തിപ്പിനായിട്ട്, ഈശ്വരൻ നിരാകാരനാണ്. ഈശ്വരനെ നേരിട്ട് വന്ന് നമുക്ക് അല്ലെ, സ്വന്തം ശരീരമോ രൂപമോ ഇല്ലാത്ത ആ പരമാത്മാ, പരമജ്യോതി, പരമശക്തി അല്ലെ ഈ സൃഷ്ടിയിൽ അല്ലെ തൻ്റെ കർത്തവ്യത്തെ നിർവഹിക്കുന്നതിനായിട്ട് പ്രജാപിത ബ്രഹ്മാവിൻ്റെ സാകാര മാധ്യമം ഉപയോഗിക്കുകയും അദ്ദേഹത്തിലൂടെ ഈ ഒരു മഹായജ്ഞം രചിച്ച് ഈ യജ്ഞത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പവിത്ര ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മകുമാരി സഹോദരന്മാരിലൂടെയാണ് ഈശ്വരൻ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുകയും തൻ്റെ ഈ ജ്ഞാനത്തെയും രക്ഷയെയും ആ രക്ഷാബന്ധനത്തെയും നമുക്ക് അണിയിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ്റെ സാക്ഷിയായിട്ട്, ഈശ്വരൻ്റെ നിമിത്തമായിരുന്നു കൊണ്ട് നമുക്കിന്ന് രക്ഷ അണിയിക്കാൻ പോകുന്നത് അല്ലെ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അല്ലെ മുഖ്യ സഞ്ചാലികയായിട്ടുള്ള ബ്രഹ്മകുമാരി മീനാ ബെഞ്ചിയാണ്. ഇപ്പോൾ മീനാ ബെഞ്ചിയുടെ സാന്നിധ്യത്തിൽ ആണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. സോ തീർച്ചയായിട്ടും മീനാ ബെഞ്ചിയുടെ ഏകദേശം 35ഓളം വർഷമായിട്ടുള്ള ആത്മീയ ജീവിതവും തപസ്സും പവിത്രമായ ജീവിതവും ആ ഈശ്വരൻ്റെ ശക്തിയും ഈശ്വരൻ നിമിത്തമാക്കപ്പെട്ട ആ ഒരു ശ്രേഷ്ഠ ദിവ്യ ആത്മാവിലൂടെയാണ് പരമാത്മാ നമുക്ക് ആ രക്ഷ അണിയിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വളരെയധികം ഭാഗ്യശാലിയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിലൂടെ, ഇങ്ങനെയുള്ള ഒരു ചടങ്ങിലൂടെ നമുക്ക് ആ ഈശ്വരൻ്റെ മഹാപ്രസാദം ലഭിക്കാൻ നമുക്ക് സാധ്യമായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് തന്നെ നമ്മൾ വേണം കരുതാൻ. അങ്ങനെയുള്ള ആ ഒരു ചടങ്ങിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. സിസ്റ്ററും നമ്മുടെ മുന്നിൽ ഉണ്ട്. സിസ്റ്ററേയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സോ നമുക്ക് സിസ്റ്റർ കൂടുതൽ നമ്മുടെ ഈ രക്ഷാബന്ധന സന്ദേശത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി തരും. അതിനു മുമ്പായിട്ട് ഈ പ്രോഗ്രാമിനൊരു പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായിട്ട് കല്യാണി മാതാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അറിവും അലിവും പകർന്നു തരേണം, അകതാരിലായിരം ദീപം കൊളുത്തണം, ആ വെളിച്ചത്തിലൻ അകക്കൺ തുറക്കണം, അജ്ഞതയെല്ലാം അകന്നു പോയിടണം. കനിയൂ കരുണാമയ, കനിയൂ ജഗദീശ്വര, തവ ചരണങ്ങളിൽ എൻ പ്രണാമം, എൻ പ്രണാമം, എൻ പ്രണാമം. ഓം ശാന്തി. ഇവർക്കും സുപ്രഭാതം. ചിങ്ങത്തിൻ്റെ
പൊൻപുലരിയിലെ ഓണത്തിൻ്റെ നല്ല ഓർമ്മകളുമായി വീണ്ടും ഒരു ചിങ്ങമാസം വന്നിരിക്കുകയാണ്. ഈ നല്ല മാസത്തിലാണ് നമ്മൾ രക്ഷാബന്ധനത്തിൻ്റെ പേരിൽ നിന്ന് കണ്ടുമുട്ടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15 നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനമായിരുന്നു. കലണ്ടർ പ്രമാണം രക്ഷാബന്ധനം നാളെയാണ്. ഓഗസ്റ്റ് 19 ആവണി അവിട്ടം നാളാണ്. നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ജൂലൈ ഓഗസ്റ്റ് 2 മാസം, ചിലപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലേക്കും പോകാറുണ്ട്. ഈ വർഷവും സെപ്റ്റംബറും കൂടിയുണ്ട്. 3 മാസക്കാലം നമുക്ക് രക്ഷാബന്ധന മഹോത്സവം നാടിൻ്റെ നാനാഭാഗത്തും ഓരോ ഗ്രാമങ്ങളിലും നടക്കുന്നുണ്ട്. ഇന്ന് ശിവജ്യോതി ഭവനിൽ നിങ്ങൾക്ക് ഏവർക്കുമുള്ള രക്ഷാബന്ധനമാണ്. ഇവിടെയും പല പ്രോഗ്രാംസും ഉണ്ട്. രക്ഷാബന്ധനത്തിൻ്റെ ഇനിയുമുണ്ട്, അടുത്ത മാസമുണ്ട്. ഇന്ന് നിങ്ങൾ ആ ഭാഗ്യശാലികളാണ്. ഭഗവാന്റെ വീട്ടിൽ ഈശ്വരീയ രക്ഷാ കവചമണിയൻ ഈശ്വരൻ നിങ്ങളെ ക്ഷണപത്രിക നൽകി ക്ഷണിച്ചു. ഭഗവാന്റെ സന്ദേശദൂതന്മാരിലൂടെ വിളിച്ചു. നിങ്ങൾ ഭഗവാന്റെ സ്നേഹപൂർണമായ ക്ഷണം സ്വീകരിച്ചു, എത്തിച്ചേർന്നു. നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്വാഗതം. രക്ഷാബന്ധനമെന്നാണ് ആ വാക്കിൽ തന്നെയുണ്ട്. ആദ്യത്തെ വാക്ക് രക്ഷ, രണ്ടാമത്തത് ബന്ധനം. ബന്ധനം നമുക്കാർക്കും ഇഷ്ടമല്ല, പക്ഷെ രക്ഷ നമുക്കെല്ലാവർക്കും വേണം. ഭയങ്കര എന്താ പറയുക, വിരോധാഭാസമുള്ള 2 വാക്കുകളാണ് രക്ഷയും ബന്ധനവും. ബന്ധനം ഇഷ്ടമില്ലാത്ത നമുക്ക് രക്ഷ എങ്ങനെ ഉണ്ടാവും? രക്ഷാബന്ധനം ഒരു ആഘോഷവുമാണ്. അപ്പോൾ ഇത് ആഘോഷിക്കുന്ന അർത്ഥം മാനവരാശിക്ക് ഇത് സന്തോഷം നൽകുന്ന ഒരു രക്ഷയാണ്, ബന്ധനമാണ്. ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷയാണ്. അതുകൊണ്ടാണ് അതിനെ രക്ഷാബന്ധനമെന്ന് പറയുന്നത്. അതേത് രക്ഷാബന്ധനമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഏതൊരു കെട്ടിൽ നിന്നാണ്, ബന്ധനത്തിൽ നിന്നാണ് നമുക്ക് രക്ഷയുണ്ടാവും? നിങ്ങൾ പറയും, ഏത് ബന്ധനമാണ് നമ്മളെല്ലാം രക്ഷിക്കണ കെട്ട് ഏതാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഏത് കെട്ട് നമ്മളെ, ഏത് ബന്ധനം, ആരുമായിട്ടുള്ള ബന്ധനം, ഏത് ബന്ധനത്തിൽ നമ്മൾ കുടുങ്ങിയാൽ രക്ഷപ്പെടും? ചിലർ പറയില്ല, അവരവിടെ പോയി കുടുങ്ങിപ്പോയി, അവരവരിൽ കുടുങ്ങിക്കിടക്കുക അല്ലേ? നമ്മൾ ഏത് ബന്ധനത്തിൽ കുടുങ്ങിയ രക്ഷപ്പെടും? ഭഗവാന്റെ ബന്ധനത്തിൽ കുടുങ്ങിയ അത് കൊടുക്കാണ്, പക്ഷെ അത് രക്ഷയ്ക്കുള്ള കെട്ടാൻ, കൊടുക്കാൻ, രക്ഷപ്പെടാൻ. ബാക്കിയെല്ലാം അല്ല, പൊതുവെ കൊടുക്കുന്ന പറയുമ്പോൾ, ബന്ധനം എന്ന് പറയുമ്പോൾ അതിൽ നമുക്കറിയാം അപകടങ്ങളും ചതികളും ചതിക്കുഴികളും ദുഃഖവും വേദനയും നൽകുന്നതാണ്. അതുകൊണ്ടാണ് അതെല്ലാം ഒരു തരത്തിൽ നമ്മൾ നോക്കിയ രക്ഷയുടെ ഓപ്പോസിറ്റ് വാക്ക് ഏതാണ്? ശിക്ഷ. ഭഗവാൻ പറയണത് രക്ഷയ്ക്ക് ഈശ്വരൻ നമുക്ക് 3-4 വിശേഷ ടെൻഷൻ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ പറയുന്നത്, മക്കളെ, നിങ്ങളെ രക്ഷിക്കുന്നതും നിങ്ങളെ ശിക്ഷിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. ഗീതയിലുണ്ടല്ലോ, എന്താ പറയണ ഭഗവാൻ? അർജുന, നിന്റെ മിത്രവും നിന്റെ ശത്രുവും, നിന്റെ മിത്രവും നിന്റെ ശത്രുവും നീ തന്നെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിന്നെ രക്ഷിക്കാനും നിന്നെ ശിക്ഷിക്കാനും ഉത്തമൻ നീ അല്ലാതെ മറ്റൊരാളില്ല. എനിക്ക് നിനക്ക് രക്ഷയ്ക്കുള്ള വഴി പറഞ്ഞു തരാൻ മാത്രമേ അർജുന കഴിയൂ. ആ വഴിയിലൂടെ നടന്നാൽ നിനക്ക് രക്ഷയുണ്ടാവും. ആ വഴി തെറ്റിച്ച അപ്പൊ രക്ഷയും ശിക്ഷയും ഭഗവാൻ പറയണേ അവനവന്റെ കർമ്മത്തിലൂടെ. മനസ്സാ വാച കർമ്മണ, ശരീരം മനസ്സ് ധനം, സമയം ശ്വാസം സങ്കല്പം. നമ്മുടെ കഴിവുകള്, പദവികള്, നമ്മുടെ പോസ്റ്റ് പൊസിഷൻസ് ഒക്കെ നമ്മൾ സദുപയോഗം ചെയ്ത രക്ഷ നമുക്കും അനേകർക്കും. രക്ഷ മാത്രമല്ല,
സുരക്ഷ മാത്രമല്ല, ഒരു നല്ല അധികാരത്തിന്റെ കസേരയിൽ ഒരു പോസ്റ്റിൽ നമ്മൾ ഇരുന്നാൽ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ നമുക്ക് ശമ്പളം കിട്ടും, സാലറി കിട്ടും. അത് 2 സാലറി കിട്ടും. ഒന്ന് മാസത്തിൽ വരുന്ന ബാങ്കിൽ വരുന്ന പൈസ, മറ്റൊന്ന് ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് അനേകർക്ക് നന്മ നമ്മൾ ചെയ്താൽ എല്ലാവരുടെയും ഹൃദയത്തിൽ നമ്മുടെ അടുത്തേക്ക് ഒഴുകുന്ന സാലറി. അതേതാണ്? ആശീർവാദം, അനുഗ്രഹം. എത്ര പേർക്ക് സുഖം കൊടുത്തു, അപ്പൊ കിട്ടുന്ന പോസിറ്റീവ് എനർജി, സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞ ആ പോസിറ്റീവ് വൈബ്സ്, അത് നമുക്കുള്ള അവിനാശി സമ്പാദ്യമാണ്. അത് നമ്മളെ രക്ഷിക്കും അനേകർക്ക്. അപ്പൊ നമ്മൾ നമ്മുടെ പോസ്റ്റും പൊസിഷൻ എന്തിന് ഈ കണ്ണുപോലും സദുപയോഗം ചെയ്താൽ നമുക്കും സുഖം, അനേകർക്കും സുഖം. ഈ 2 കൈകള് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, 2ന് സ്വാധീനമുണ്ട്, അംഗവൈകല്യമില്ല. ഇതുകൊണ്ട് കാണാം, ഇതുകൊണ്ട് കേൾക്കാം, ഇതുകൊണ്ട് സംസാരിക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ, രക്ഷ കിട്ടാനുള്ള അനേക സാധന സാമഗ്രികള്, രക്ഷാ കവചങ്ങള് നമ്മുടെ കയ്യിൽ ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. ഇതിനൊന്നിനും ഒരു അംഗവൈകല്യമില്ല, കേടില്ല. ഇതിനെ സദുപയോഗം ചെയ്താൽ ഓരോ കർമ്മേന്ദ്രിയത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? രക്ഷ കിട്ടും. എങ്ങനെ? സദുപയോഗം രക്ഷ തരും. തിരിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിലോ ദുരുപയോഗമാണെങ്കിൽ അതാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. ഇതാണ് ഭഗവാൻ നമുക്ക് നൽകുന്ന രക്ഷാസൂത്ര മന്ത്രം. മക്കളെ രാവിലെ മുതൽ വൈകുന്നത് വരെ, കണ്ണ് തുറക്കുമ്പോൾ മുതൽ ഉറങ്ങും വരെ ഓരോ കർമ്മവും, മനസ്സിന്റെ സങ്കല്പമാകട്ടെ, വായിൽ കൂടി ഉപയോഗിക്കുന്ന വാക്കുകളാകട്ടെ, ശരീരം ധനം പൊസിഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന കർത്തവ്യങ്ങളാകട്ടെ, ഇവയെല്ലാം ശ്രേഷ്ഠകർമ്മങ്ങളും സത്കർമ്മങ്ങളും സദുപയോഗങ്ങളുമാണെങ്കിൽ എല്ലാം എന്ത് ചെയ്യും? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും നമ്മുടെ ടാലൻസ്, കഴിവുകൾ കൊണ്ടും, എന്തൊക്കെ കഴിവുകൾ പ്രഭു പ്രസാദമായി കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് നമ്മളെ രക്ഷിക്കാം, കുടുംബത്തെ രക്ഷിക്കാം, സമൂഹത്തെ രക്ഷിക്കാം, സർവ്വരെയും. ഇതാണ് ഈശ്വരൻ തരുന്ന രക്ഷാസൂത്രം. പക്ഷെ ഇതെല്ലാം സദുപയോഗം ചെയ്യണമെങ്കിലോ ആദ്യം നമുക്ക് ഭഗവാൻ പറയുന്ന സ്വരക്ഷ വേണം, ആത്മരക്ഷ വേണം. നമ്മൾ ആ വാക്ക് കേട്ടിട്ടുണ്ട്, ആത്മരക്ഷ. ആത്മരക്ഷ, ആത്മാവിനെ രക്ഷിക്കണം. ആത്മാവ് ഇത് ശരീരമാണ്, ഇതിനുള്ളിലിരിക്കുന്ന ജീവനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആത്മരക്ഷ, സ്വരക്ഷ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ഭഗവാൻ പറയുന്ന സ്വരക്ഷയ്ക്കുള്ള സൂത്രവാക്യം, രക്ഷാകവചം ഈശ്വരൻ നമുക്ക് നൽകുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ മക്കളെ ഈ കണ്ണ് തുറന്ന് നോക്കുകയും കാണുകയും ചിന്തിക്കുകയും ചെയ്യും. 3-ാം നേത്രം, നിങ്ങൾ ഈ പുറമെ കാണുന്ന നശിക്കുന്ന ദേഹം മാത്രമല്ല, നിങ്ങളെല്ലാം അനശ്വര അവിനാശി ആത്മാവാണെന്ന ബോധം ഉദിക്കട്ടെ. ആ ബോധമാണ് നമ്മുടെ രക്ഷാകവചം. ഏത് ബോധം? സോൾ കോൺഷ്യസ്നെസ്, ആത്മ. എന്തുകൊണ്ട് ഈ കണ്ണ് തുറക്കാതെ നമ്മൾ ഈ 2 കണ്ണുകൊണ്ട് മാത്രമാണ് കാണുന്നതെങ്കിൽ, നോക്കുന്നതെങ്കിൽ എന്തേ കാണുള്ളൂ? ദേഹത്തെ കാണുള്ളൂ. ആണായി കാണും, പെണ്ണായി കണ്ട കൊച്ചുകുട്ടികളുടെ ഇടയിൽ നിങ്ങൾ നോക്കൂ, നഴ്സറി പ്രായം മുതൽ ഇപ്പം എന്താ കുഴപ്പം? ഈ ആൺപെൺ കണ്ണുകൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് പണ്ടേ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഭഗവാനും ഗീതയിൽ പറയുന്നുണ്ട്, കാമം മഹാശത്രു, ക്രോധം മഹാശത്രു. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഈ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ നമ്മുടെ ലോകത്തെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കണ്ണാണ്, ഈ കാഴ്ചപ്പാടാണ്. അത് കുട്ടികളെന്നോ ചെറുപ്പക്കാരെന്നോ വിവാഹിതരെന്നോ വിവാഹം കഴിക്കാത്തവരെന്നോ പ്രായമേറിയവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇതിൽ നിന്നാണ് എല്ലാ തെറ്റുകളും. ഡെയിലി പേപ്പർ വായിക്കുമ്പോൾ, ടി വി കാണുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം വേദനിക്കുന്നതിൻ്റെ, കുത്തി നോവിപ്പിക്കുന്നതിൻ്റെ, ഭയക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ, എന്തിന്?
ഭയമില്ലാതെ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പോലും പറ്റില്ല. ജോലി കിട്ടിയാലും ഭയമാണ്. ഇപ്പൊ കുറച്ച് ദിവസത്തെ കൊണ്ടുള്ള വാർത്ത എന്താണ്? ഏറ്റവും നല്ലൊരു ജോലി നമ്മൾ നമ്മുടെ മക്കളെ ഉടനെ ഒന്നീ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം. 2 ഓപ്ഷനല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. മൂന്നാമത്തെ ഒരു ജോലിക്ക് നമ്മളാരും തയ്യാറാകില്ല. പക്ഷെ ആ ജോലികൾക്കുള്ളിൽ പോലും പഠിച്ചു, ജോലി കിട്ടി. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ, സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ, ജീവിക്കാൻ, സ്വന്തം വീട്ടിൽ എന്ന് ജോലി സ്ഥലം പോട്ടെ, അവനവന്റെ വീട്ടില് രക്ഷ എവിടെയാണ്? നമ്മൾ എന്തെല്ലാം ന്യൂസാ കേൾക്കണം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത്, ഈ കൽപ്പാന്ത കാലത്തില്, കലിയുഗത്തില് നമ്മൾ കേൾക്കുന്ന ഈ വാർത്തകളെല്ലാം നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന, നമ്മളെയൊക്കെ വിഷമിക്കുകയും പേടിക്കുകയും ചെയ്തതുകൊണ്ട് മാറ്റം വരില്ല. ഭഗവാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം, ബോധം ഉണരണം. ഇതിനുള്ള സൊല്യൂഷൻ എന്താ? എല്ലാവരും വിലപിക്കുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഭഗവാൻ പറയണേ, ഈ ശരീരബോധത്തിലുള്ള നിങ്ങളുടെ ജീവിതം മാറി ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങും. ഈശ്വരീയ വിശ്വവിദ്യാലയത്തില് ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് പരമമായ അധ്യാപകനായി വന്ന് നമുക്ക് മക്കൾക്ക് നൽകുന്ന ആദ്യത്തെ പാഠം സോൾ കോൺഷ്യസ് ലിവിങ്. ആത്മബോധത്തില് ജീവിക്കാൻ. ആത്മാവാണെന്ന ബോധത്തില് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഡ്രൈവർക്ക് ഈ വണ്ടിയുടെ മേലെ കൺട്രോൾ ഉണ്ടാവും. അത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും, ആരെ കണ്ടാലും, ആരുടെ അടുത്ത് ഇടപഴകുമ്പോഴും അതിനെന്ത് വേണം? നിരന്തര അഭ്യാസം ആവശ്യമാണ്. ഒരു ദിവസം 2 ദിവസം കൊണ്ടുണ്ടാവില്ല. നിരന്തരമായ പ്രാക്ടീസ് നമുക്ക് ജീവിതത്തിൽ. അതിനാണ് നിത്യ സാധന, നിത്യവും ജ്ഞാനം. അതുകൊണ്ടാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് ഈ യജ്ഞത്തിന് പേര് വരാൻ കാരണം. ഇതൊരു വിദ്യാലയം പോലെ. സാധാരണ വിദ്യാലയത്തിൽ നമുക്ക് ഹോളിഡേ ഉണ്ട്, അവധി ദിനങ്ങളുണ്ട്. ആഴ്ചയിൽ 1, 2 അല്ലെങ്കിൽ 10 ഡേയ്സ് ലീവ്. ഓണം വന്നാൽ 10 ഡേയ്സ് ലീവ് സ്കൂൾ കോളേജിൽ കിട്ടും. പക്ഷെ ഭഗവാൻ ആരംഭിച്ചിരിക്കുന്ന ഈ വിദ്യാലയത്തിൽ അവധി ദിനമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ എല്ലാ ദിവസവും ഹോളി ഡേ ആണ്. ഹോളിയാകാൻ, പവിത്രമാകാൻ, പ്യുവറാകാൻ, പ്യൂരിഫിക്കേഷനുള്ള ഡേയ്സ്. അതാണ് ഹോളി ഡേ. എല്ലാ ദിവസവും ശക്തീകരണത്തിനും ശുദ്ധീകരണത്തിനുമുള്ള വിദ്യാലയമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എല്ലാ ദിവസവും 1 മണിക്കൂർ ഭഗവാൻ നമ്മളെ അധ്യാപകനായി പഠിപ്പിക്കുകയും ഈശ്വരീയ ജ്ഞാനാമൃതം കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന വിഷം, അതിൻ്റെ രൂപം ഏതാണെങ്കിലും, ആദ്യത്തതൊന്നും ഇല്ലെങ്കിലും, കാമവും ക്രോധവും ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള പിണക്കം, അസൂയ, വിദ്വേഷം, പിണങ്ങിയിരിക്കുക, മൂഡ് ഓഫ് ആകുക, എന്തെല്ലാമാണ്. ഭൂതങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഭായി പറഞ്ഞില്ലേ, എന്നൊക്കെ നമ്മളോട് പറയില്ലേ, ഭൂതം ബാധ കൂടിയിട്ടുണ്ടാവും, ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ചരട് കെട്ടിത്തരാറുണ്ട്. ജപിച്ച് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ അടുത്ത് ഒരു ദേവസ്ഥാനത്ത് പോയി ആ ചരട് കാണുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്? ചരട് കെട്ടിയിട്ടുണ്ട്, എനിക്ക് രക്ഷയുണ്ട്, എന്നെ ഒരു ബാധയും എടുക്കില്ല. ഇതൊരടയാളമാണ്. നാളെ ആവണിയവിട്ട നാളിലെല്ലാ ചരടും പുതുക്കും. ചരട് മാറ്റും, പൂണൂൽ ചരട് മാറ്റും, എല്ലാ വർഷവും പുതുക്കും അല്ലേ? കാരണം എന്താ? നേരത്തെ ബ്രദർ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ? നമ്മൾ ചില പ്രതിജ്ഞകൾ ജീവിതത്തിൽ എടുത്താലും കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യും. ഇപ്പം നമുക്ക് യോഗ ഡേ ആയപ്പോൾ നമ്മളെല്ലാവരും എന്ത് പ്രതിജ്ഞ എടുത്തു? ഞാൻ എല്ലാ ദിവസവും എങ്ങനെയായാലും എന്തെങ്കിലും ഒരു വ്യായാമ എക്സർസൈസ് നടക്കുകയെങ്കിലും ചെയ്യും. ആ യോഗ ഡേയുടെ സമയത്ത് നമുക്കൊരു ഉത്സാഹം വരും. ഒരാഴ്ച ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ദിവസം മഴയല്ല ഇന്ന്, നാളെ ആയിട്ട്. അല്ല, ഇന്ന് എൻ്റെ ഫ്രണ്ട് വന്നില്ലല്ലോ, ഒറ്റയ്ക്ക് എങ്ങനെ നടക്കാൻ പോണേ? എന്തെങ്കിലും ഒരു കാരണം. അല്ലെങ്കിൽ എൻ്റെ ഇടയിൽ 2 ദിവസം പനി വന്നോന്നിരിക്കട്ടെ, ഇനി പനി മാറട്ടെ, പിന്നെ ചെയ്താൽ മതിയല്ലോ. ഏതെങ്കിലും ഒരു നിമിത്ത കാരണം ഉണ്ടാവും. നമ്മളെടുത്ത പല പ്രതിജ്ഞകളും ആദ്യം തണുപ്പിക്കും, പിന്നെ പതുക്കെ അത് കൈവിട്ടു പോകും. അതുകൊണ്ട് എല്ലാ വർഷവും ഈശ്വരൻ നമ്മളെ വിളിച്ച്, നിങ്ങളെയും ഭഗവാൻ എല്ലാ വർഷവും ക്ഷണിക്കാറുണ്ട്.
ആ രക്ഷാബന്ധന നാളിൽ ഇന്ന് ഭഗവാന്റെ ഭവനത്തിലിരുന്ന് നമ്മൾ രക്ഷാസൂത്രം ബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു പ്രതിജ്ഞ പുതുക്കല്ല. ഇന്ന് സ്വയം രാഖി കെട്ടുന്ന സമയത്ത് രാഖിയും ഒരു ചരടാണ്. ചരടിന് അതിൻ്റെതായ ഒരു കാലപ്പഴക്കം ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോകും, ഇല്ലാതാകും. കാരണം ഈ ഭൂമിയിൽ നശിക്കാത്ത ഒരു വസ്തുവില്ല, നമ്മുടെ ദേഹം ഉൾപ്പെടെ. ഇതിനും ഒരു കാലയളവുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉണ്ടോ ഇല്ല? ഇതിനും ഒരു കാലപ്പഴക്കമുണ്ട്. ആ ദിവസം സമയത്തുമ്പോൾ, കാരണം നമ്മളെല്ലാം റിട്ടേൺ ജേർണി ടിക്കറ്റും കൊണ്ട് വന്നവരാ. പക്ഷെ ആ ഡേ ഏതാണ്, മൊമെന്റ് ഏതാണെന്ന് മാത്രമേ ഉള്ളൂ അറിയാത്ത. പക്ഷെ റിട്ടേൺ ജേർണി കൺഫേം ആണ്, ആണോ അല്ലേ? ആരുടെയെങ്കിലും ടിക്കറ്റ് കൺഫേം ആകാത്തതുണ്ട്? ഇപ്പൊ 4 മാസം മുമ്പ് ബുക്ക് ചെയ്താലും ടിക്കറ്റുകൾ കൺഫേം ആകാറില്ല. പക്ഷെ ഈ ടിക്കറ്റ് ഇറ്റ്സ് കൺഫേംഡ് ഫോർ ഓൾ ഓഫ് us എന്നുള്ളതാണ് ജീവിതയാത്രയിൽ. അതേപ്പോ ഈ നിമിഷവുമാകാം അന്തിമ സെക്കൻഡ്. ഭഗവാൻ അങ്ങനെ പറയാം, മക്കളെ ഈ മൊമെന്റും നിങ്ങളുടെ അന്തിമ മൊമെന്റ് ആകാം. ഇവിടുന്ന് എഴുന്നേറ്റതിന് ശേഷം സിസ്റ്റർ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് വേണമെങ്കിൽ അവസാനത്തെ സിറ്റിങ്ങും അവസാനത്തെ യോഗവുമാകാം. ഈ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ആത്മാ ഈ ശരീരത്തിൽ നിന്ന് പോയാൽ ഇതാണ് എൻ്റെ അന്തിമ മൊമെന്റ്. പക്ഷേ പ്രാധാന്യം ഞാൻ ഇതിൽ നിന്ന് എപ്പോഴിറങ്ങുന്നു എന്നതിനുള്ളതല്ല. പക്ഷേ പ്രാധാന്യം മഹത്വമേതിനും ആണ്. ഈ ജീവൻ, ഈ പ്രാണൻ ഈ വണ്ടിക്കുള്ളിൽ ഇരുന്നപ്പോൾ ഇരുന്നത്ര സമയം ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്. ഇറങ്ങിയതിനെ കുറിച്ച് വിഷമിക്കുകയോ ഇറങ്ങിയവരെ കുറിച്ച് വിഷമിക്കുന്നതിനോ അല്ല മഹത്വം. മഹത്വം ഏതിനാണ്? ഇരുന്നപ്പോ, കൂടെ ഉണ്ടായിരുന്നപ്പോ, ഞാനിതിലിരുന്നപ്പോ, എൻ്റെ കൂടെ അവരിരുന്നപ്പോ നമ്മൾ എന്താ ചെയ്തേ, എന്താ ചിന്തിച്ചേ, എന്താ പറഞ്ഞേ, എന്താ കൊടുത്തേ, എന്താ വാങ്ങിയേ, അതിനാണ് മഹത്വം. അതാണ് നമ്മളെ രക്ഷിക്കുന്നത്, അതാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. പ്ലസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലസ്സുകളെല്ലാം നമ്മളെ രക്ഷിക്കും. മൈനസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൈനസുകൾ പറയില്ലേ, വരച്ചത് ഇതിന് നമ്മൾ രക്ഷണിയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം പരമരക്ഷകൻ പരമാത്മാ പിതാവാണ്. അതുകൊണ്ടാണ് ഇവിടെ രാജയോഗത്തിലെ ബ്രഹ്മകുമാരീസിൽ നിങ്ങളെ കോഴ്സൊക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ആത്മബോധത്തിലിരുന്ന പരമാത്മാവിനെ ഓർമ്മിക്കുന്ന രാജയോഗ വിദ്യയാണ് നമ്മൾ പഠിക്കണം. ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരാൻ, കൂടെയുള്ളവരെ എല്ലാവരെയും നമ്മുടെ തന്നെ സഹോദരാത്മാക്കളായി കാണാൻ. കാരണം എപ്പോഴാണോ നമ്മൾ ആത്മബോധത്തിൽ കാണുകയും ഇടപഴകുകയും ചെയ്യണേ, അപ്പൊ നമ്മുടെ മുന്നിൽ നമ്മളെ ഉപദ്രവം ചെയ്ത ആൾ വന്ന് നിന്നാലും നമുക്ക് അവരോട് ക്ഷമിക്കാൻ, അവരോർക്കും ഒരു സഹായം ആവശ്യമാണ് എങ്കിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് ഉള്ളുകൊണ്ടപ്പോൾ കഴിയും. ഉള്ളുകൊണ്ട് അതിനെയാണ് എന്ത് പറയാ, അപകാരിക്കും ഉപകാരം എന്ന് പറയുന്നൊരു മഹത്വപൂർണമായ കാര്യമല്ല, അത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അപകാരിക്ക് ഉപകാരം ചെയ്യാൻ പറ്റുക. വീട്ടിൽ ഒരാള് പതിയൊന്ന് ദേഷ്യപ്പെട്ടു, അപ്പൊ പത്നിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശാന്തമായിട്ടിരിക്കാൻ കഴിയും. അതിനാണ് മഹാനത. പത്നി ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ 4 എക്സ്ട്രാ പറഞ്ഞത് മഹാനതയല്ല, അത് പങ്കാളിത്തവുമല്ല. നമ്മളെന്താ പറയണേ? പങ്കാളി, ജീവിത പങ്കാളി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരാളുടെ മൂഡ് അപ്പ് ആൻഡ് ഡൗൺസ് ആകുമ്പോൾ നമ്മളും അവർ ദേഷ്യപ്പെടും, അവർ കരയുമ്പോൾ നമ്മൾ കൂടെ കരയണ്ടേ? കരയല്ല വേണ്ട. കരയുന്ന ആളുടെ കണ്ണീരൊപ്പം കഴിയണം. അതിനാണ് ജീവിത പങ്കാളിയായത്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഒരാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, ശാന്തനായിരിക്കാൻ കഴിയുക, അതാണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ഈസ് നത്തിങ് ബട്ട് ഈ രീതിയിൽ ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടി, വൈകാരിക പരിപക്വതയോടുകൂടി നമുക്ക് നമ്മുടെ പങ്കാളിത്തം നിറവേറ്റാൻ ഇപ്പോൾ കഴിയുന്ന അപ്പോഴേ ഒരു കുടുംബജീവിതം, ഒരു വിവാഹം കല്യാണമാകുക. കല്യാണം എന്നല്ലേ പറയണം? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? മംഗളം. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഞാനും ദേഷ്യപ്പെട്ട അവിടെ മംഗളമല്ല. എന്താ ഉണ്ടാവുക? അമംഗളമാണ്. ഒരാളുടെ മൂഡ് ഓഫ് ആകുമ്പോൾ, ഒരാൾ അപ്സെറ്റ് ആയിരിക്കുക, ഏതെങ്കിലും ഒരു കാരണവശാൽ നിരാശ ബാധിച്ചു, മൂഡ് ഓഫ് ആയി, അല്ലെ, വിഷമിച്ചിരിക്കുന്നു, കണ്ണീരൊഴുക്കണോ, ആ സമയത്ത് ഞാനും അയ്യോ എന്തായാലും ആള് കരയില്ല, ഇപ്പൊ ഞാൻ കരയണ്ടേ കൂടെ? കണ്ണീരൊപ്പാനും അവരെ കരച്ചിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഉള്ള ലേപനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ലേപനമാണ്
അവർക്ക് മനക്കരുത്ത് കൊണ്ടുവന്നവരെ മുന്നോട്ട് യാത്ര ചെയ്യാൻ. ഒരു സാമ്പത്തിക നഷ്ടം പലതും ഉണ്ടാവാം. രോഗം, സാമ്പത്തിക നഷ്ടം, വീട്ടിലെ പ്രശ്നം, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നം, പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മളൊരു കുടുംബത്തിലിരിക്കുമ്പോൾ, സമൂഹത്തിലിരിക്കുമ്പോൾ വന്നു പോകാം. ചിലപ്പോൾ പൈസ നിറയെ ഉണ്ടാവും, ചില സമയത്ത് അപ്പടി പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. പലതരത്തിൽ ചിലപ്പോൾ മക്കളെ കൊണ്ട് വളരെയധികം സന്തോഷിക്കുന്ന ദിനങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ അതേ മക്കളെ കൊണ്ട് തന്നെ ചിലപ്പോൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരാം. പക്ഷെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ കയറ്റിറക്കങ്ങളിലെല്ലാം വിവാഹത്തോടു കൂടി അതൊരു മംഗളമായ ജീവിതമാണ് അർത്ഥം. അവിടെ രക്ഷാകവചം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസിങ്. ഇയാൾ 2 പറയുമ്പോൾ ഞാൻ 4 പറയണത് രക്ഷാകവചമല്ല. അവിടെ രക്ഷാകവചം ഏതാണ്? നമ്മുടെ പരിപക്വമായ ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടിയ വൈകാരിക പരിപക്വതയോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയുന്നതാണ് ആ കുടുംബത്തില് രക്ഷ, ബന്ധങ്ങളില് സുരക്ഷ. ഇങ്ങനെയുള്ള രക്ഷാകവചം നമുക്ക് നൽകി നമ്മളെ ബോധവാന്മാരാക്കി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി മാനവനാൽ ആരംഭിച്ച് വിദ്യാലയത്തിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും എല്ലാം പഠിച്ചവരാണ്. നമ്മളെ പഠിച്ച് ജോലി കെട്ടി സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും ദുഃഖത്തിനും അശാന്തിക്കും ദേഷ്യത്തിനും വിഷമത്തിനും പരിഹാരമില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ. ആ പകച്ചു നിൽക്കലിൽ, നിസ്സഹായതയിൽ നമ്മളെ സഹായിക്കാനാണ് സ്വയം സർവശക്തിവാൻ വന്ന് ഈ വിദ്യാലയം ആരംഭിച്ചിരിക്കുന്നത്. 88 വർഷം കൊണ്ട് ഭഗവാൻ ഭൂമിയിൽ ഈ മഹായജ്ഞം രചിച്ച് നമുക്ക് രക്ഷാകവചം തരുന്നുണ്ട്. വർഷത്തില് ഈ രാഖി മാത്രമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ രാഖി കെട്ടി തന്നുകൊണ്ട് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മക്കളെ ഞാനും വന്ന് വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ട്, ദിവസവും പഠിപ്പുണ്ട്, നിങ്ങൾ വന്ന് ദിവസവും പഠിക്കൂ, പഠിച്ചു ബോധവാന്മാരാക്കൂ, ജ്ഞാനം കൊണ്ട് ബോധവാനാക്കൂ. ആത്മബോധത്തിൽ സ്വരക്ഷ, സുരക്ഷയ്ക്കുള്ള കവചങ്ങളാണ് തിരിച്ചറിവ്. അതുകൊണ്ട് ജ്ഞാനം, സത്സംഗം നമുക്ക് നൽകുന്നത് എന്താണ്? തിരിച്ചറിവിന്റെ വെളിച്ചം തരാണ്. അത് നമ്മളെ ദുഃഖത്തിന്റെ, ദേഷ്യത്തിന്റെ, പിണക്കത്തിന്റെ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന രക്ഷാകവചമാണ്. ഒപ്പം മെഡിറ്റേഷനുണ്ട്. മെഡിറ്റേഷൻ നമുക്ക് ഇത്രയും ശക്തി പകരും. ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ അങ്ങനെ വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചില പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്തേ മതിയാവൂ? അത് താങ്ങിയേ മതിയാവും. ഇപ്പൊ നോക്കൂ, സപ്പോസ് നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഒരു പ്രിയപ്പെട്ട ഒരാളുടെ ഒരു വേർപാട്, അല്ലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് ഒരു രോഗം, ഇതിനൊക്കെ നമുക്ക് രോഗം വന്നാലും പിന്നെ ഒരു ചികിത്സയെങ്കിലും കൊടുക്കാം. പക്ഷെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് സദാകാലത്തെ ഒരു പ്രശ്നമാണ്, പരിഹരിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് കൂടെ പോയി കുഴിയിൽ ചാടാനോ മരിക്കാനോ ഒന്നും പറ്റില്ല, അതൊന്നും വിവേകമല്ല എന്ന് നമുക്കറിയാം, അല്ലേ? പിന്നെന്താ വേണ്ടത്? നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെ പല സിറ്റുവേഷൻസ് ലൈഫിൽ വരും നമുക്ക്. അവിടെയൊക്കെ നിസ്സഹായരാകാതിരിക്കാൻ, വിഷമിച്ച് തളർന്നു പോകാതിരിക്കാൻ, തളർത്താൻ വന്ന സാഹചര്യത്തിൽ നമുക്ക് മനക്കരുത്തോടെ മുന്നോട്ട് പോകാൻ, അവിടെയാണ് മെഡിറ്റേഷൻ, ധ്യാനം നമുക്ക് ശക്തി തരുന്നത്. പലപ്പോഴും നമുക്കറിയാം ദേഷ്യപ്പെടാൻ പാടില്ല, ക്രോധിക്കാൻ പാടില്ല, നിറയെ രോഗങ്ങൾ തന്നെ വരും. പക്ഷെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് മെഡിറ്റേഷൻ നമുക്ക് ശക്തി നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് രക്ഷ അണിയുമ്പോൾ നിങ്ങളെല്ലാവരും സങ്കല്പം കൂടി എടുക്കും. കാരണം ഇതൊരു ദൃഢതയുടെ, ദൃഢപ്രതിജ്ഞാബദ്ധ ജീവിതത്തിനുള്ള രാഖി നമ്മൾ കെട്ടുകയാണ്. ഈ കെട്ടുന്നത് ഒരു അടയാളം മാത്രമാണ്. പക്ഷേ ഈ രാഖി കെട്ടുമ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ഭഗവാന്റെ വീട്ടിൽ വന്ന് രാഖി കെട്ടാണ്. അതുകൊണ്ടൊരു നല്ല ശുഭസങ്കല്പം എടുക്കൂ. ജീവിതത്തിലെ സത്സംഗം നമുക്കും നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും ആധ്യാത്മികമായ ഒരു ഉന്നതിയുടെ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഭൗതിക ജീവിതത്തെ കെട്ടിപ്പടുക്കണമെന്ന ഒരു സന്തുലനത്തിന്റെ ജീവിതത്തിനുള്ള നല്ല സങ്കല്പം എടുക്കൂ. സമയമില്ല എന്ന് നമ്മൾ ആരും പറയരുത്. സമയം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ സദുപയോഗം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയും എല്ലാം ഉണ്ടായി. ജീവിതം ഒന്നേ ഉള്ളൂ. ഇനി രണ്ടാമതൊന്ന് വരുന്നു നമ്മൾ വിചാരിക്കരുത്. 60 വയസ്സാണെങ്കിൽ 60 വയസ്സ് തന്നെ ഇതിന്റെ കലപ്പഴക്കം.
70 70, 90 90. ആ 90 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. ആ സമയം ഈ വണ്ടി ഉപയോഗിച്ച് എനിക്ക് എന്തൊക്കെ മാക്സിമം ചെയ്യാമോ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഓർമ്മ വരണം. ഇതിൻ്റെ ബാക്കിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത എപ്പിസോഡ്. അടുത്ത എപ്പിസോഡ് ഇത് നിറങ്ങിയാൽ ഈ ജീവൻ എങ്ങോട്ടാ പോണേ? വീണ്ടും അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക്. അവിടെ നമുക്ക് വീണ്ടും അടുത്ത ശരീരം കിട്ടുക. ഈ ഭഗവാൻ പറയുന്നത്, നിങ്ങൾക്ക് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകുമ്പോൾ ഒരു നല്ല ശരീരം, അംഗവൈകല്യം ഇല്ലാത്തൊരു ശരീരം, ബുദ്ധിമാന്തി ഇല്ലാത്തൊരു ബുദ്ധി, നല്ലൊരു മനസ്സ്, കേടില്ലാത്തൊരു മനസ്സ്, ഇതൊക്കെ ഒരു നല്ല അച്ഛൻ, ഒരു നല്ല അമ്മ, നല്ലൊരു കുടുംബ ചുറ്റുപാട്, ഇതൊക്കെ കിട്ടാനുള്ള രക്ഷാകവചം ഇവിടെ കിട്ടണം. ആ രക്ഷാകവചം ഏതാണ്? ഇവിടെ ശ്രേഷ്ഠകർമ്മത്തിന്റെ സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് പോയതാണ്. ആ കിഴിക്കെട്ടാണ് ശ്രേഷ്ഠകർമ്മത്തിന്റെ. ഈ വണ്ടിയിലിരുന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പാദ്യമാണ് രക്ഷാകവചമായി എൻ്റെ തുടർയാത്രയിൽ എന്നെ സഹായിക്കാൻ പോകുന്ന രക്ഷാകവചം. അതിനനുസരിച്ചാണ് എൻ്റെ അടുത്ത വണ്ടി, അടുത്ത ജീവിതം, അടുത്ത എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ പോയിരുന്ന് എനിക്ക് പഴയതിനെ തിരുത്താൻ പറ്റില്ല. പഴയതിനെ സെറ്റിൽമെന്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് കടം ഉണ്ടാക്കിയോ കടം തീർക്കണം. പക്ഷെ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ മാത്രമേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ. ശ്രേഷ്ഠകർമ്മത്തിന്റെ നല്ല വിത്തുകൾ ഇപ്പം പാകാം. പക്ഷെ പഴയത് വിതച്ചതൊക്കെ കൊയ്തെടുക്കണം. പക്ഷെ ഇത് കൊയ്തെടുത്തുകൊണ്ടിരിക്കുമ്പോഴും നന്മയുടെ വിത്തുകൾ പാകാനുള്ള ഒരു നല്ല അവസരം നമുക്ക് ഈ ശരീരം കൊണ്ട് തന്നെ ദൈവം തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ നിധിയാണ് ഇൻവെസ്റ്റ്മെന്റിന്. പിന്നെ മനസ്സ്, ബുദ്ധി, നമ്മുടെ ടാലൻസ്, എന്തെല്ലാം കയ്യിലിരിക്കുന്ന പൈസ, നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്ന പൊസിഷൻസ്, നമ്മുടെ പദവികൾ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? സദുപയോഗം ചെയ്താൽ അതിലൂടെ നമുക്കും സർവർക്കും രക്ഷയുണ്ടാകും. ഇത് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഒരു ശ്രേഷ്ഠ സങ്കല്പം എടുക്കാം. ശ്രേഷ്ഠ കർമ്മത്തിന്റെ വിത്ത് മനസ്സാ വാച കർമ്മണ വിതച്ച് നമുക്ക് രക്ഷാകവചം സ്ട്രോങ് ആക്കാം. ഒപ്പം ഈ ദൃഢസങ്കല്പം വയ്ക്കാം. ശിക്ഷ അനുഭവിക്കുന്ന ഒരു കർമ്മം എന്നിൽ നിന്ന് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഇനി കഴിഞ്ഞതെന്തോ കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഒട്ടേ ഫുൾ സ്റ്റോപ്പ്. ആ ഫുൾ സ്റ്റോപ്പിൻ്റെ രാഖി വേണം നമുക്കിന്ന് എത്താൻ. ഒരു പുതിയ തുടക്കം. ഇത്ര അറ്റൻഷൻ വെക്കണം. അറ്റൻഷൻ എവിടുന്ന് തുടങ്ങണം? വീട്ടിൽ നിന്ന്. കൂടെയുള്ളവർ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ഇടപഴകുന്നത്? ജോലിസ്ഥലം, വീട്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളുടെ ഹൃദയത്തിന് വേദന ഉണ്ടാകരുത്. ഇത്ര ടെൻഷൻ വെച്ചുകൊണ്ട് നമ്മൾ കർമ്മത്തിൻ്റെ വിത്തുകൾ. കാരണം എന്താ? നിയമം എപ്പോഴും ഓർമ്മ വേണം. രക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നതും ഏതാണ്? നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോളൂ. ഈ രക്ഷാകവചം കയ്യിലാണ്. പക്ഷേ ഈ രക്ഷാകവചം കാണുമ്പോൾ ഇവിടെ ഉണ്ടാകേണ്ട അവയർനെസ്സിൻ്റെ രക്ഷാകവചം രാഖിയതാണ്. ഞാൻ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ അടുത്തേക്ക് തിരിച്ചു. ഞാൻ എന്താ കൊടുത്തുകൊണ്ടിരിക്കണം? ഒരാളെ കാണുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു സങ്കല്പം പോലും അതൊരു വിത്തെറിയലാണ്. ഒരാളെ ഓർമ്മിക്കുമ്പോൾ ഞാൻ എന്താ ഓർമ്മിക്കുന്നത്? അവരുടെ പ്ലസ്സാണ് ഓർമ്മിക്കണമെങ്കിൽ അവരും എന്നെ ഓർമ്മിക്കും, പ്ലസ് ഓർമ്മിക്കും. ഒരാളെ ഞാൻ ഓർമ്മിക്കുമ്പോൾ അവരുടെ മൈനസാണ് ഞാൻ ഓർമ്മിക്കുന്നതെങ്കിൽ അവരും റിട്ടേൺ എനർജിയാണല്ലോ. ഇത്രയും അറ്റൻഷൻ നമുക്കുണ്ടെങ്കിൽ അറ്റൻഷൻ്റെ രാഖി കെട്ടലാകട്ടെ എന്ന്. ഇത് നമ്മുടെ ജീവിതത്തിൽ അടുത്ത വർഷം അടുത്ത രക്ഷാകവചം കെട്ടാൻ ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനും നമ്മൾ ഒരുമിച്ച് കൂടുന്ന ദിവസം വരെ ഈ അവയർനെസ്, അറ്റൻഷൻ്റെ രാഖി നമ്മളുടെ ഈ കയ്യിലെ രാഖി പോയാലും അവയർനെസ്സിൻ്റെയും അറ്റൻഷൻ്റെയും രാഖി സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ ഭഗവാന്റെ ഈ വീടും ഭഗവാന്റെ ഈ വിദ്യാലയം, ഇവിടുത്തെ പഠിപ്പും നമ്മുടെ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മയും ഒരുമിച്ചുള്ള മെഡിറ്റേഷനും നല്ലൊരു ജീവിതചര്യ. കാരണം ഇവിടെ പഠിപ്പത്തിൽ മാത്രമല്ല, വീടുകളിൽ പോയി നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മുടെ കർമ്മക്ഷേത്രത്തിൽ ഇരുന്ന് എങ്ങനെ ഒരു നല്ല കർമ്മയോഗിയായി ജീവിക്കുക, ആ ഒരു ചര്യയാണ് നമുക്ക് കിട്ടണം. അപ്പം നിങ്ങൾ രാത്രി നമുക്ക് കിട്ടുമ്പോൾ ആദ്യം സ്മൃതിയുടെ തിലകമാണ് ഇട്ട് തരിക. തിലകം കിട്ടുമ്പോൾ ഓർമ്മിക്കണം, ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ഞാൻ ആരാണ്,
ഒരു ആത്മസ്വരൂപമാണ്. ഇതാണ് നശിക്കാത്തത്, ഇത് പോകുന്നതാണ്, ഇത് പോകാത്തതാണ്. അവിനാശിയായ ആത്മസ്വരൂപമാണ് ഞാൻ. എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ആത്മസ്വരൂപങ്ങളാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം ആത്മസ്വരൂപങ്ങളാണ്. അയൽക്കാരും ആത്മസ്വരൂപങ്ങളാണ്. ഏത് ജാതി മതത്തിൽപ്പെട്ടവരും ഭഗവാന്റെ മക്കളാണ്. ഈ ഒരു അവയർനെസ് തന്നെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മലക പോലെ വെച്ചിട്ടുണ്ടോ, അത് ദേഷ്യമോ പിണക്കോ വെറുപ്പോ വിഷമോ ഒക്കെ എന്ത് ചെയ്യും, മഞ്ഞുരുകും പോലെ ഉരുകാൻ സഹായിക്കും. അതിനുശേഷം വലത് കൈയിൽ എല്ലാവർക്കും രാഖി കിട്ടിത്തരും. എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ വലത് കൈ കൊണ്ടല്ല ചെയ്യുക. രാഖി കിട്ടുമ്പോൾ ഭഗവാന്റെ ഓർമ്മയിൽ പ്രതിജ്ഞ എടുക്കണം. ഇന്നത്തെ ഈ രാഖി ഇതെൻ്റെ രക്ഷാകവചമാണ്. ഭഗവാന്റെ അടുത്ത് മനസ്സുകൊണ്ട് നല്ലൊരു സങ്കല്പം എടുക്കൂ. ഈ വലത് കൈയിൽ ഞാൻ രാഖി കിട്ടുന്നത് പോലെ മനസ്സ വാച കർമ്മണ, ശരീരം മനസ്സ് ധനം ഉപയോഗിച്ച് എനിക്ക് രക്ഷ കിട്ടുന്ന കർമ്മങ്ങളെ ഞാൻ കർമ്മക്ഷേത്രത്തിൽ വധിക്കും. രക്ഷ കിട്ടുന്ന കർമ്മം മാത്രമേ വധിക്കൂ. ഏതാ രക്ഷ കിട്ടുന്ന കർമ്മം? സുഖം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, ശക്തി കൊടുക്കുന്ന, സഹായം ചെയ്യുന്ന, ഊർജം കൊടുക്കുന്ന, കരുത്തേകുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന. വേദന ഒപ്പിയെടുക്കണം. വേദന കൊടുക്കുന്നതല്ല, വേദന ഒപ്പിയെടുക്കുന്ന കാര്യം. ശ്രേഷ്ഠകർമ്മത്തിൻ്റെ വിത്ത് പാകി എനിക്കും സ്വരക്ഷയ്ക്കും കുടുംബരക്ഷയ്ക്കും സമൂഹരക്ഷയ്ക്കും രാഷ്ട്രരക്ഷയ്ക്കും വിശ്വരക്ഷയ്ക്കുമുള്ള കർമ്മം മനസ്സാവാച കർമ്മന ഞാൻ ചെയ്യുകയുള്ളൂ. ഈ ശുഭസങ്കല്പത്തിൻ്റെ ദൃഢസങ്കല്പത്തിൻ്റെ രാഖി വേണം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങും. അതിന്ന് തന്നെ പോയിട്ട് ആരംഭിക്കാം. 2, 3, 4 പേരല്ലേ വീട്ടിലുള്ളൂ. ഇത്ര അറ്റൻഷൻ 4 പേർക്കിടയിൽ ജീവിക്കുമ്പോൾ ഇത്ര അറ്റൻഷൻ വെക്കാമല്ലോ. 4ാമൻ ഞാനായിരിക്കും. ബാക്കി 3 പേർക്ക് ഞാൻ എന്താ കൊടുക്കണ രാവിലെ? ഇവിടെയുള്ളവർക്ക് ഒരു തരത്തിലും വേദന കൊടുക്കരുത്. കുടുംബം അർത്ഥം എന്താ എന്ന് കേട്ടിട്ടുണ്ട്. കുടുംബ ഇമ്പം. എൻ്റെ അടുത്ത് നിന്ന് എന്തിമ്പമാണ് അവർക്ക് കിട്ടണം? ഞാൻ എന്താ കൊടുക്കണം? എനിക്ക് ഇമ്പത്തോടെ ജീവിക്കണം. സുഖം കൊടുക്കാനാണ് ഞാൻ കുടുംബം ഉണ്ടാക്കിയ. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാട്ടിൽ പോയി ഒരു ഗുഹയിൽ ഇരിക്കാമായിരുന്നില്ലേ? നമ്മളെ കൊണ്ട് ആർക്കും ഉപദ്രവം ഇല്ലാതെ. ആരെ കൊണ്ടുള്ള ഉപദ്രവം എനിക്കും വേണ്ട, എന്നെ കൊണ്ട് ആർക്കും വേണ്ട. നമ്മളൊക്കെ എന്തിനാണ് ഈ നാട്ടിലിരിക്കണ? വീടും കെട്ടി കല്യാണവും കഴിച്ച് മക്കളും പേരമക്കളായിട്ട് എന്തിനാ ഇരുന്നത്? കുടുംബം ഉണ്ടാക്കിയതാണ്. കുടുംബം ഇമ്പത്തിലിരിക്കാൻ. മംഗളം, വിവാഹം എന്തിനാ കഴിച്ച്? മംഗളത്തിന് പരസ്പരം. അത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കുടുംബത്തിലിരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. എന്തായാലും കുടുംബം ഉണ്ടാക്കി. പണ്ടുള്ളവർ നമ്മളോട് പറയില്ലേ, എന്തായാലും ഇറങ്ങിയില്ലേ, നനഞ്ഞില്ലേ, ഇനി കുടിച്ചു കയറൂ. പഴഞ്ചൊല്ലുകളിൽ പറയും. എന്തായാലും നമ്മൾ കുടുംബത്തില്, സമൂഹത്തില്, ഇത്രയും നല്ല ഭാരതഭൂമിയില്, വിശ്വമാകുന്ന ഇത്ര സുന്ദരമായ ഭഗവാന്റെ സൃഷ്ടിയില് ഒരു മാനവനായി ജനിച്ചു നമ്മള്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണം? ഇമ്പത്തോടെ ജീവിക്കുകയും ഇമ്പം കൊടുക്കാനും ഈ ശരീരം, മനസ്സ്, ധനം നമ്മൾ ഉപയോഗിക്കുക. ആ ഒരു ദൃഢസങ്കല്പത്തിന്റെ രാഖി നമ്മൾ ഓരോരുത്തരും കെട്ടിയാൽ നമ്മുടെ വീടുകളിൽ കരച്ചിൽ അവസാനിക്കും, വഴക്കുകൾ അവസാനിക്കണം, പിണക്ക് അവസാനിക്കണം. അത്ര അവസാനിച്ചാൽ തന്നെ ഭൂകമ്പങ്ങളുടെ എണ്ണം കുറയും, ഉരുൾപൊട്ടലുകളുടെ എണ്ണം കുറയും, പ്രകൃതി ദുരന്തങ്ങളെല്ലാം കുറയാൻ വേറെ മാർഗമില്ല. ഇവിടുത്തെ പൊട്ടലാണ് മറ്റേ പൊട്ടലുകളായി മാറിക്കൊണ്ടിരിക്കണേ. ആ പൊട്ടുന്നതിന് സൗണ്ടുണ്ട്, ഇവിടെ പൊട്ടുന്നതിന് സൗണ്ട് ഇല്ല. ആ സൗണ്ട് നമുക്കും നമ്മുടെ കൂടെയുള്ളവരും മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആയിരങ്ങൾ, ലക്ഷങ്ങൾ, നൂറുകണക്കിന് പേര് അകത്ത് പൊട്ടിച്ച് കുടുംബങ്ങളിൽ, ജോലി സ്ഥലത്ത് ഉണ്ടാക്കുന്ന പൊട്ടലുകളാണ് എന്തായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വൈബ്രേഷനാണ് ഈ പ്രകൃതിയെ ബാധിക്കുന്നത്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ചെടിക്ക് പോലും നിങ്ങൾ നോക്കൂ, സ്നേഹത്തോടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതെങ്ങനെ വളരും? ഇല്ലെങ്കിലോ അതിന് പോലും വൈബ്രേഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ഈ പ്രകൃതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കണോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന വേദന, നമ്മൾ മനുഷ്യന് മാത്രമല്ല വേദന കൊടുക്കണേ, കഴിക്കാൻ വേണ്ടി പോലും എത്ര ജീവികൾക്കാണ് നമ്മൾ വേദന കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എത്ര ഹിംസയാ ചെയ്യണം. ഈ വയറ് ഇതിനെ തന്നെ എത്ര ശ്മശാനാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ എത്ര വേദന കൊടുക്കുന്നോ ആ വേദനയുടെ ഊർജമെല്ലാം എവിടെയുണ്ട്? ഈ അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ വേദന കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേദന. നിയമല്ലേ വേദന കൊടുത്ത? അതുകൊണ്ട്
ഭഗവാന്റെ മക്കളായി നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയും നമ്മൾക്ക് ജീവിക്കാൻ മറ്റൊരു ജീവജാലത്തിന് വേദന കൊടുക്കാതെ, ഒരു ജീവിക്കും വേദന കൊടുത്തിട്ട് അതിനെ കൊന്നു തിന്നിട്ട് വേണം നമുക്ക് തിന്നാൻ കഴിക്കാൻ. ഭഗവാൻ ഇത്രയും പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും എല്ലാം ഈ ഭൂമുഖത്ത് തന്നിട്ടുണ്ടല്ലോ. ആർക്കും വേദന ഹിംസ ചെയ്യാതെ നമുക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാം ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു നല്ല സങ്കല്പം എടുക്കൂ. നല്ലൊരു സാത്വിക ഭക്ഷണ രീതി നമ്മൾ മക്കളെല്ലാവരും തുടർന്നാൽ തന്നെ എത്ര വേദന ഇവിടെ കുറയും, എത്ര ഹിംസ കുറയും. അത്രയും വേദനയുടെ ഊർജ്ജമേ അന്തരീക്ഷത്തിൽ നിന്ന് കുറയില്ലേ? നമ്മളിൽ ഒരു നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കൾക്കും എന്ത് കിട്ടും? ആ ശ്രേഷ്ഠ സംസ്കാരം നമുക്ക് അവർക്ക് കൈമാറാം. നമ്മൾ കൊടുക്കുന്ന പണവും നമ്മൾ കൊടുക്കുന്ന വീടും നമ്മൾ കൊടുക്കുന്ന മറ്റ് സാധനങ്ങളുമല്ല കുട്ടികൾക്ക് നിലനിൽക്കുന്നത്. അവരുടെ ജീവിതം ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന അവിനാശി സമ്പത്താണെന്നുള്ള ഓർമ്മയിൽ നമ്മൾ മുതിർന്നവർ വേണം അടുത്ത തലമുറകൾക്ക് വഴികാട്ടിയാണ്. കുട്ടികളെ ശരിയല്ല, കുട്ടികളെ നന്നാക്കണമല്ല, നമ്മൾ നന്നായാൽ മതി. അവർ നമ്മളെ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ഈ നല്ല വിത്തുകൾ നമുക്ക് പാകി കൊടുക്കാൻ ഒരു ട്രയൽ നമ്മുടെ തലമുറയിൽ നിന്ന് നമ്മൾ ആരംഭിക്കണം. അതങ്ങോട്ട് പോയിക്കോളും. ബാക്കി കാര്യം ഭഗവാൻ നോക്കിക്കോളും. കോൺട്രാക്ട് ഈശ്വരൻ്റെ കയ്യിലാണ്. പക്ഷെ നമുക്ക് വ്യക്തിഗതമായി ചെയ്യാമെന്നത് നമുക്കെല്ലാം ചെയ്യാം. കാരണം ഭഗവാൻ പറയുന്നത് ഇപ്പൊ സമയമാണ് മക്കളെ, ഈ കലിയുഗത്തിന്റെ ഇരട്ട് നീങ്ങാൻ പോവാണ്. സത്യുഗി പ്രഭാതം വരാൻ പോവാണ്. കർക്കിടകം പോയി, പൊന്നൻ ചിങ്ങമാസം വന്നു. ഇന്നലെ തന്നെ നമുക്ക് എല്ലാവർക്കും എന്ത് സന്തോഷം, ആ ചിങ്ങം വന്നു, ചിങ്ങം വന്നു. ഒരു കർക്കിടകം മാറി ചിങ്ങം വരുമ്പോ തന്നെ സന്തോഷം. ഭഗവാൻ വിശ്വഘടികാരത്തിൽ പറയുന്നേ കലിയുഗം മാറി സത്യുഗം വരാൻ. കലിയുഗത്തിന്റെ ഇരുട്ട് നീക്കുകയാണ്. സത്യധർമ്മത്തിന്റെ ജീവിതം തിരിച്ചു വരാൻ പോവാണ്. ഇത് സ്വപ്നമല്ല, കൽപ്പനയുമല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പണ്ടുള്ളവർ നമ്മളോട് പറയില്ലേ, കാലം മാറുമ്പോ മക്കളെ കോലം. അതുകൊണ്ട് കാലത്തിന്റെ കാലൊച്ച കേൾപ്പിക്കാൻ സമയത്തിന്റെ മണിമുഴക്കവുമായി ഭഗവാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലും ആ മണി മുഴങ്ങി സമയത്തിന് മുമ്പേ ഉണർന്നാൽ നമുക്ക് രക്ഷപ്പെടാം. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടവര് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഓ നമുക്കൊക്കെ തോന്നി, രാവിലെ മുതലേ തോന്നുന്നുണ്ടായിരുന്നു എന്തോ വിപത്ത് വരാൻ പോവാണ്. വൈകുന്നേരമായപ്പോൾ ഫീൽ ചെയ്തു. അപ്പൊ ഞങ്ങളൊക്കെ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്ക് പോയി, എല്ലാവരെയും വിളിച്ചു, അവരാരും വന്നില്ല. അതിന്റെ അർത്ഥം എന്താ? സമയം, പ്രകൃതി, അന്തരാത്മാവില് പരമാത്മാ പിതാവും സൂചന കൊടുത്തു. ചിലർ ക്യാച്ച് ചെയ്തു, ചിലർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ചിലർ ക്യാച്ച് ചെയ്തിട്ട് ഉടനെ ആക്ഷൻ എടുത്തു. ശീഘ്രത്തിൽ ആക്ഷൻ എടുത്തവരെന്ത് ചെയ്തു? ജീവനെങ്കിലും രക്ഷപ്പെട്ടു. വീടും സ്ഥലമൊക്കെ പോയി, പക്ഷെ ജീവനെങ്കിലും രക്ഷപ്പെടാം. അതുകൊണ്ട് ഇത് സമയമാണ്. ഭഗവാൻ പറയുന്നത് അന്തരാത്മാവ് ബുദ്ധിയും മനസ്സും വൈസ്ലെസ് ആക്കി വെച്ച അഴുക്കില്ലാതിരുന്ന സമയവും പ്രകൃതിയും പ്രകൃതിപതിയായ പരമേശ്വരൻ നിന്നും അറ്റ്ലീസ്റ്റ് ദുരന്തങ്ങളും വിപത്തുകളും ഒക്കെ വരാൻ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറില്ല, എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു അപ്പോൾ, പക്ഷെ ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ഇവിടെ തോന്നിപ്പിക്കുന്ന ആള് തോന്നിപ്പിച്ചു തന്നു. പക്ഷെ ഇവിടെ ക്ലിയർ അല്ലാത്തത് കാരണം, ഇവിടെ ക്ലിയർ അല്ലാത്തത് കൊണ്ട് എനിക്കതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ടച്ച് ചെയ്തില്ല. ക്യാച്ച് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല. രാജയോഗ മെഡിറ്റേഷൻ ഇവിടെ ക്ലിയർ ആക്കി തരികയും ആ ടച്ചിങ്സ് ക്യാച്ച് ചെയ്യാനും സമയം സന്ദർഭം വ്യക്തിക്ക് അനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു കരുത്താണ് നമ്മുടെ മനസ്സിനും ബുദ്ധിക്ക്. നമുക്ക് ഓരോരുത്തർക്കും ഇത് അത്ഭുത മന്ത്രവിദ്യകളൊന്നുമല്ല, പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന മാജിക്കൽ ചേഞ്ചിന് നമ്മുടെ അന്തരംഗത്തെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ ഈ കോഴ്സ് രാജയോഗത്തിന്റെ ക്ലാസ്സുകള് ബേസിക് കോഴ്സ് കേട്ടിട്ടില്ലയോ? നാളെ മുതൽ നമ്മുടെ പുതിയൊരു ബാച്ച് തുടങ്ങും. മെഡിറ്റേഷൻ്റെ 3 ബാച്ചുകളുണ്ട്. രാവിലെ 7:30 തൊട്ട് 8:30 വരെ. അതിന് പറ്റാത്തവർക്ക് 10 to 11, അതൊന്നും പറ്റില്ലെങ്കിൽ വൈകിട്ട് 6 തൊട്ട് 7 വരെ നിങ്ങൾക്ക് കുടുംബസമേത ഏതെങ്കിലും ഒരു ബാച്ചിൽ വന്ന് കേൾക്കാം. ഇനി ബേസിക് കോഴ്സ് ചെയ്തവരാണെങ്കിൽ നമുക്ക് ഇത് ജീവിതമാണ്. ഇറ്റ്സ് എ ലൈഫ്. 1 മണിക്കൂറിൻ്റെ അല്ല ലൈഫ്, ആഴ്ചയിൽ ഒന്നല്ല ലൈഫ്, മന്ത്ലി വൺസ് അല്ല ലൈഫ്, ഇയർലി വൺസ് അല്ല, ജീവിതമാണ്, എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട്
നമ്മൾ റെഗുലറായിട്ട് ജ്ഞാനവും ധ്യാനവും ജീവിതചര്യയാക്കി കൊണ്ടുപോകും. അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ ഡെയിലി 1 മണിക്കൂർ സത്സംഗവും മെഡിറ്റേഷനും ഉണ്ട്. നിങ്ങൾക്ക് ഡെയിലി വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒന്നിരാടം, ആഴ്ച 1 അല്ലെങ്കിൽ 2 ഒരു കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ കറണ്ട് കിട്ടാൻ എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ സുരക്ഷ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് സങ്കല്പം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തിലകം കിട്ടും രാഖിയിൽ ആദ്യം. അതിനുശേഷം രാഖി കെട്ടുമ്പോൾ ഭഗവാന്റെ അടുത്ത് ഈ പ്രതിജ്ഞ എടുക്കുക. രക്ഷകൻ സർവശക്തിവാൻ പിതാ പരമേശ്വരന്റെ കുടക്കീഴിൽ നിന്നുകൊണ്ട് രാഖി കെട്ടുക. ഈലിയ ഈശ്വരൻ ശക്തികൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സർവശക്തിവാന്റെ കുടക്കീഴിൽ രാഖി കെട്ടി അതിനുശേഷം എല്ലാവർക്കും മധുരം കിട്ടും. മധുരം പ്രസാദം ഭഗവാന്റെ വീട്ടിൽ ഉണ്ടാക്കി നിവേദ്യം വെച്ച പ്രസാദമാണ് നിങ്ങൾക്ക് തരുന്നത്. എവിടെ നിന്നും വാങ്ങിയിട്ടോ കാറ്ററിങ്ങിലോ വരുന്നതല്ല. ഇവിടെ തന്നെ ഭഗവാന്റെ വീട്ടിൽ യോഗികളായ മക്കളുണ്ടാക്കി ഭഗവാന് സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. അത് നിങ്ങൾക്ക് ഊർജം തരും, ശക്തി നൽകും. പ്രസാദം മധുരം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് തരണേ? ഷുഗർ കൂട്ടാനല്ല. പിന്നെ അതിനാണ് ഭഗവാൻ പറയണേ, മധുരം കഴിക്കുമ്പോൾ വായു മധുരിക്കുന്നത് പോലെ നിങ്ങളുടെ വാക്കുകൾ മധുരമുള്ളതാണെങ്കിൽ തന്നെ അനേക കാര്യങ്ങൾ രക്ഷ കിട്ടും. കാരണം എല്ലാ ശിക്ഷയും കാരണമായി തീരുന്നത് നമ്മുടെ സംസാരത്തിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ രക്ഷാകവചം ഏതാണ്? ഈ നാവിനെ നല്ല രീതിയിൽ സംസാരത്തിന് ഉപയോഗിച്ച ഇതിലൊരു നിയന്ത്രണം ഉണ്ടെങ്കിൽ തന്നെ അല്ലേ അനേക സുരക്ഷാ കവചം നമുക്ക് കിട്ടിയിരിക്കുന്നത് പോലെയാണ് ജീവിതയാത്രയിൽ. ലാസ്റ്റിൽ നിങ്ങൾക്ക് പ്രസാദത്തിനോടൊപ്പം ഈശ്വരൻ്റെ ഒരു വരദാനം കിട്ടും. ഭഗവാന്റെ അനുഗ്രഹ വാക്കുകൾ രാഖി കിട്ടുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു നല്ല തീരുമാനം ജീവിതത്തിൽ ഇതുവരെ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു നെഗറ്റീവ്, ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്, ഏതെങ്കിലും ഒന്ന് കളയാനും ഒരു നല്ലത് തുടങ്ങാനുമുള്ള സങ്കല്പം വയ്ക്കൂ. അപ്പം നിങ്ങൾക്ക് വരദാനം ഈശ്വരൻ്റെ അത് കിട്ടും. എന്ത് വ്രതമാണോ നിങ്ങൾ ജീവിതത്തിൽ, എനിക്ക് ഈ സപ്പോസ് നിങ്ങൾ എടുക്കുകയാണ്, എനിക്ക് ദേഷ്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരും. അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അതിരാക്കി കിട്ടുമ്പോൾ നിങ്ങൾ ആരുടെ അടുത്താണോ പെട്ടെന്ന് ദേഷ്യം വരണേ, മോശമായി അൺകൺട്രോൾഡായിട്ട് സംസാരിക്കണേ, എനിക്കിതിൽ നിന്ന് മുക്തി ഉണ്ടാകണം. അവരുടെ അടുത്ത് തന്നെ ഏറ്റവും മധുരമായി സംസാരിക്കുന്ന, പെരുമാറുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് വിഷ്വലൈസ് ചെയ്യണം. അത് നിലനിർത്താൻ നമുക്ക് ശക്തി വേണം. ഒരു നിമിഷം കൊണ്ടാവില്ല സിസ്റ്റർക്ക് അറിയാം. നിരന്തരമായ സാധന, അറ്റൻഷനും അഭ്യാസവും വേണം. അതുകൊണ്ടാണ് ക്ലാസ്സും മെഡിറ്റേഷനും കുറച്ച് തുടർച്ചയായിട്ട് നമ്മളെ കൊണ്ടുപോയാൽ അതിനുള്ള കരുത്ത് കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സങ്കല്പം ആക്കി കിട്ടുമ്പോൾ ഒരു വ്രതം പോലെ ശാന്തി. നമുക്ക് അല്പസമയം ധ്യാനത്തിലിരുന്നിട്ട് രക്ഷ കിട്ടാം. പരമോന്നത പരിപാവന മന്ത്രം പരമപിതാവരുളിയിടുകയായി സോദരരായി നാം ഏകപിതാവിൻ രക്ഷാകവചമണിഞ്ഞവരായി പരമോന്നത പരിപാവന മന്ത്രം പരമപിതാവരുളിയിടുകയായി സോദരരായി നാം ഏകപിതാവിൻ രക്ഷാകവചമണിഞ്ഞവരായി